ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മന്ത്രി ഒരു തീരുമാനം പറയുകയാണ്. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്നു. കടുവയെ ഉടൻ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. മന്ത്രി പറയുന്നത് കേൾക്കാൻ കൂടുവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ഒറ്റ ആവശ്യത്തിൽ ജനങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. മോത്തി, കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ പ്രത്യേക ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ തലത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണ്? മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. മന്ത്രി OR കേളു തീരുമാനം പറയുന്ന, പക്ഷെ ആളുകൾ അദ്ദേഹത്തെ തീരുമാനം പ്രഖ്യാപിക്കാൻ അനുവദിക്കുന്നില്ല. തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും മന്ത്രി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആൾക്കൂട്ടം അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. കടുവയെ ഉടൻ വെടിവെച്ച് കൊല്ലണം എന്ന ഒറ്റ ആവശ്യത്തിലാണ് നാട്ടുകാർ ഉള്ളത്. പ്രധാനമായും ആവശ്യം തന്നെയാണ് ആളുകൾ ഉന്നയിക്കുന്നത്. ഈ എസ്റ്റേറ്റ്, പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലുള്ള വനമേഖലയിൽ നിന്നാണ് ഈ മൃതദേഹം ലഭിച്ചത്. ഈ പ്രിയദർശിനി എസ്റ്റേറ്റിലുള്ള മൃതദേഹം കടുവയെ വെടിവെച്ചതിന് ശേഷം മാത്രമേ മാറ്റൂ എന്നാണോ നാട്ടുകാരുടെ നിലപാട്? അവരെന്താണ് പറയുന്നത്? വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് സ്ഥലത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ്. ആദിവാസി പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഉള്ള പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ മുകൾ ഭാഗത്തായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. രാധ എന്ന സ്ത്രീക്കാണ് ഈ മരണം സംഭവിച്ചത്.